മുമ്പിലത്തെ വീട്ടിലെ ഷെൽവി സിറ്റ് ഔട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോയതാണ് കണ്ടത്. ഞാനിപ്പോൾ എൻ്റെ മോഡുലാർ കിച്ചണിലാണ്. കണ്ടല്ലോ എൻ്റെ മോഡുലാർ കിച്ചൺ. നിങ്ങൾക്കിഷ്ടമാവുമോ എന്തോ? ഓരോന്നും കൊണ്ടൊന്ന് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതാണ് എൻ്റെ മോഡുലാർ കിച്ചൺ. ദോശക്കല്ല് ഇവിടെ വെച്ച് ദോശ ഇടുന്നു. ചായ വെള്ളം അവിടെ ഉണ്ട്. കുടിക്കാനുള്ള വെള്ളം വച്ചിരിക്കുന്നു. ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു ഈ എണ്ണ തൂക്കുന്നത് മേടിച്ചതാണ്. ആദ്യത്തെ യൂസിന് തന്നെ ഉരുകിപ്പോയി. അതെന്താണെന്നറിയില്ല. സിലിക്കോൺ എന്താണ് എൻ്റെ മോള് മേടിച്ച് തന്നാൽ അവിടെ ഉരുകാതിരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾ മേടിച്ചു തന്നു. അവളും മേടിച്ചു ഒരെണ്ണം കൂടെ. അവളുടേത് ഉരുകിയെന്ന് അവൾ പറഞ്ഞു. മാവൊക്കെ ഇരിക്കുന്നു, ചട്ടവും ഇരിക്കുന്നു. മോഡുലാർ കിച്ചൺ എല്ലാവർക്കും ഇഷ്ടമായോ എന്തോ. ഇവിടെ തുണിയൊക്കെ കൊണ്ട് തോരയിട്ടിട്ടുണ്ട്. ഗ്രൈൻഡറും പാത്രങ്ങളും എല്ലാം ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഗ്രൈൻഡറും പാത്രങ്ങളും എല്ലാം ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. പഴയ കസേരകൾ, ഇവിടുത്തെ പഴയ സോഫകൾ, വാട്ടർ ടാങ്കൊക്കെ ഇവിടെ നിന്നുകൊണ്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് എനിക്ക് ജോലി ചെയ്യാം. എൻ്റെ കൂട്ടുകാരി ശിൽവിയുടെ വീട് അതാണ്. എൻ്റെ കൂടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്ന കുട്ടിയില്ലേ, 3 പ്രാവശ്യം അവൾ എൻ്റെ കൂടെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അവിടെ ഹസ്ബൻഡാണ് തിണ്ണയ്ക്കുന്ന പേപ്പർ വായിക്കുന്നു. അവളിപ്പോൾ അങ്ങോട്ട് കയറിപ്പോയി. അവൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. യൂണിഫോമൊക്കെ അവിടെ ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുന്നു. അവിടെ ഗാർഡനൊക്കെ നല്ലതാണ് കാണാൻ. എനിക്ക് പ്രകൃതി ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് തന്നെ പാചകം ചെയ്യാം. പാചകം എത്ര എളുപ്പം. അപ്പോൾ ഇനി ഇതിൻ്റെ വസ്തുതകൾ നിങ്ങൾ അറിയണമല്ലോ. അതായത് നമ്മുടെ താഴെ നമ്മൾ സാധാരണ 42 വർഷമായി. എൻ്റെ ചെറിയ മകൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ വീട് പണിതത്. ഇത്രയും വർഷമായ അടുക്കളയാണ്. അടുക്കള ഇപ്പം ഗ്രാനൈറ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ പൊട്ടി തറയൊക്കെ അങ്ങ് വളരെ മോശമായി. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ വീടല്ല കാണുന്നത് കേട്ടോ, നമ്മുടെ വീട്. അപ്പോൾ നമ്മൾ അടുക്കളയൊക്കെ ഒന്ന് പുതുക്കി പണിയാമെന്ന് കുട്ടികൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു കുറച്ച് നാളത്തേക്ക് ഇനി ഇതൊക്കെ ഞങ്ങളിനി എത്ര തന്നെയുണ്ട്, അവർക്കൊക്കെ വീടുണ്ട്, 3 പേർക്കും വീടുണ്ട്. പിന്നെ എന്തിനാ ഇനി ഈ അടുക്കളയൊക്കെ പുതുക്കി കുറേ നമ്മൾ തൊട്ടാൽ പൈസ ഒരുപാടാകും. നമ്മൾ പണ്ട് നമ്മൾ വീട് വെച്ചപ്പം വീടിന് ചിലവായ കാശിനെക്കാട്ടി കൂടുതൽ അടുക്കളയും വർക്കേരിയയും കൂടെ വൃത്തിയാക്കാൻ ആകും. അപ്പോൾ പിന്നെ അതൊന്നും വേണ്ട കുട്ടികളെ, ഇത് അടച്ചു പൂട്ടിയിടേ ഉള്ളൂ ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് അവർ കൂട്ടാക്കിയില്ല. കാരണം എനിക്ക് മനസ്സിലായി, അവർ വീഡിയോ ഒക്കെ കാണുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതിങ്ങനെ താഴെ അടുക്കള പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതൊക്കെ അവർക്ക് ചിലപ്പം മോശത്തരായിരിക്കും. അപ്പം ഞങ്ങൾ മുകളിലത്തെ നിലയിലേക്ക് വന്ന് മുകളിലേക്ക് വരവേ ഇല്ല. കുട്ടികൾ വരുമ്പോഴെപ്പോഴേലുമാണ് ഈ മുകളിലൊക്കെ വരവ്. എനിക്കൊന്നാമത് സ്റ്റെയർ കേസ് കയറാനും വയ്യ. നിങ്ങളോടൊക്കെ ഞാൻ ഒരു ഉപദേശം, നിങ്ങളൊക്കെ പുതിയതായിട്ട് വീട് വയ്ക്കാൻ പോകുന്നവരോട് നിങ്ങൾ ഈ 2 നില വീട് വയ്ക്കുകയേ ചെയ്യരുത്. നമുക്ക് പ്രായമാകുമ്പോൾ മുകളിലേക്ക് കയറാനൊക്കെ പാടാകും. അതുപോലെ തന്നെ കുട്ടികളൊക്കെ കല്യാണം കഴിച്ചൊക്കെ അവരുടെയൊക്കെ പാട്ടിന് പോയാൽ പിന്നെ എന്തിനാണ് വല്യപ്പനും വല്യമ്മയ്ക്കും കൂടി ഇത്രയും സ്ഥലം? ഇവിടെ ഇപ്പോൾ ഈ മുകളിലത്തെ ബെഡ്റൂമുകളെല്ലാം വെറുതെ കിടക്കുക, താഴത്തെ ബെഡ്റൂമുകളും എല്ലാം വെറുതെ കിടക്കുക. വെറുതെ ഇതൊരു ഭാരമായിട്ട് തീരും നമ്മൾക്ക്. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് വലിയ വീട് വയ്ക്കരുത്. ഇത് ഒരുപാട് വലിയ വീടൊന്നും അല്ല കേട്ടോ ഈ വീട്, പക്ഷേ പറയുക. അതുപോലെ തന്നെ അപ്സ്റ്റെയറുള്ള വീടേ വയ്ക്കരുത്. നമ്മൾ ആദ്യത്തെ ഒരു ആവേശത്തിന് ഇതൊക്കെ ചെയ്താൽ. ഇപ്പോൾ എൻ്റെ 2ാമത്തെ മകൻ്റെ വീടൊക്കെ ഒറ്റ നിലയാണ്. നിങ്ങൾ കണ്ടല്ലോ കുറച്ചൊക്കെ അവിടെ നിന്ന് ഞാൻ വീഡിയോ എടുത്തപ്പം. അപ്പോൾ ബുദ്ധിപൂർവ്വം ചെയ്യുക. നമുക്കൊരു 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ സ്റ്റെയർ കേസ് ഒന്നും കയറാൻ സാധിക്കാതെ വരും. പിന്നെ ഞാൻ പറഞ്ഞു വന്നപ്പോൾ താഴത്തെ അടുക്കളയെല്ലാം പൊളിച്ചിട്ടിട്ട് പുതിയ അടുക്കളയാക്കുക. മോഡുലാർ കിച്ചനൊന്നും അല്ല കേട്ടോ, സാധാ അടുക്കളയാണ് ആക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ മോഡുലാർ കിച്ചൺ ഇവിടെയാണ്. മുകളിലത്തെ നിലയിലെ ബാൽക്കണി വന്നിട്ട് അവിടെ മാഷ് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് തന്നതാണ്. ഗ്യാസൊക്കെ പണിക്കാർ പിടിച്ച് മുകളിൽ കൊണ്ടുവച്ച് തന്നു.
ഞങ്ങൾ പിന്നെ കുറ്റിയൊക്കെ ഗ്യാസ് കുറ്റിയൊക്കെ മുകളിലേക്ക് കൊണ്ടുവച്ച് തന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ പരിപാലിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ എൻ്റെ പിന്നെ ചുക്കുവെള്ളം അടുപ്പത്തിരിക്കുന്നു, ചായ അടുപ്പത്തിരിക്കുന്നു. ഒരു ചായ ഇട്ടു, ഇനി കട്ടൻ ചായ ഒന്ന് വേണമെന്ന് മാഷ് പറഞ്ഞു. അപ്പോൾ ഞാനെൻ്റെ ചായ കുടിക്കുകയാണ്. കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞു, അത് അടുപ്പത്തിരിപ്പുണ്ട്. കല്ല് വെച്ചു. ഇനിയിപ്പോൾ എനിക്കൊരു മില്ലറ്റ് ദോശ ഉണ്ടാക്കും, മാഷക്ക് സാദാ ദോശ ഉണ്ടാക്കും. ഇതെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. മാഷ് കുളിച്ചിട്ട് വന്നിട്ട് ചൂടോടെ ചുട്ടു കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പാലൊക്കെ തുറന്നിരിക്കുന്നതൊക്കെ അടച്ചു വയ്ക്കണം, കാരണം ഓപ്പൺ എയറല്ലേ. ഇത് ഓപ്പൺ എയറാണ്, ഇവിടെ ബാമ്പൂ കർട്ടൻ കിടക്കുന്നതേ ഉള്ളൂ. ഓപ്പൺ എയറാണ് കേട്ടോ. ഇത് അവരുടെ വീടാണ് കേട്ടോ, ഷെൽവി മുത്തിൻ്റെ വീടാണിത്. ഷെൽവി എനിക്ക് മോളെ പോലെയല്ല, പേരക്കുട്ടിയെ പോലെയാണ്. ഭയങ്കര സ്നേഹമുള്ള കുട്ടിയാണ്. ഇത് നമ്മുടെ കാർപോർട്ടിൻ്റെ മുകൾ ഭാഗം ടോപ്പാണ് ഈ കാണുന്നത്. ആകെ മൊത്തം പെയിൻറ്റും എല്ലാം പോയി. ആ കാർപോർട്ട് ഉണ്ടോ, മുറ്റും എല്ലാം പെയിൻറ്റെല്ലാം പോയി അലങ്കോലപ്പെട്ട് കിടക്കുക കുട്ടികളെ. അപ്പോൾ മോഡുലാർ കിച്ചൺ ഞാൻ പറഞ്ഞ ഇതാണ്. നമുക്ക് മോഡുലാർ കിച്ചണൊന്നും വേണ്ട. അതിനെന്തുവാ പ്രത്യേകതയൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ മോളുടെ വീട്ടിൽ അതിനകത്ത് നിന്നൊക്കെ പാചകം ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ. ഒരു ചിമ്മിനി മാത്രം വ്യത്യസ്തമായിട്ട് തോന്നി. പിന്നെ കുറച്ച് എല്ലാ തട്ടുകളുമൊക്കെ അടപ്പുള്ളതൊക്കെ. അപ്പോൾ അടുക്കള പൊളിച്ച് പറഞ്ഞപ്പോൾ എന്നോട് അടുത്തുള്ളവരൊക്കെ ചോദിച്ചു, ടീച്ചറെ മോഡുലാർ കിച്ചനാണോ വെക്കുന്നത്? അപ്പോൾ എൻ്റെ ചായ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു വന്നത് ഇനി ഇവിടെ ഇരുന്ന് പറയാം. എനിക്ക് അല്ലാതെ വയ്യ, ഇരുന്ന് പറയാം. ജീരകവെള്ളം തിളയ്ക്കുന്നു. ജീരകം ഇട്ട് നിങ്ങൾ വെള്ളം തിളപ്പിക്കുമ്പോൾ, മഴക്കാലത്ത് ജീരകം ഇട്ട് തന്നെ വെള്ളം തിളപ്പിക്കൂ. അന്നേരം ഇത്തിരി ഇഞ്ചിയും ഒരു ഏലക്കായും കൂടെ അതിൽ ചതച്ചിടണം. നല്ല ടേസ്റ്റുമാണ്, നല്ല രുചിയുമാണ് വെള്ളത്തിന്. നല്ല ഗ്യാസ് ട്രബിളിനൊക്കെ നല്ലതാണ്. മോഡുലാർ കിച്ചനെക്കുറിച്ച് പറഞ്ഞു വന്നിപ്പം ഗ്യാസ് ട്രബിളിലെത്തിയല്ലേ. ഇതാണ് സരസ്വതി ടീച്ചർ. പിന്നെ ഒരു 15 ദിവസം വേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം മുകളിൽ തന്നെ ഇങ്ങനെ. അപ്പോൾ ഈ ബാൽക്കണിയിലാണ് എല്ലാം അടുക്കള സജ്ജമാക്കിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ ബാമ്പൂ കർട്ടൻ, ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ വെള്ളം എടുക്കാം. ഒരു 15 ദിവസത്തേക്ക് ഞങ്ങളപ്പോൾ ഇവിടെ ഷിഫ്റ്റ് ചെയ്തിരിക്കും ഇങ്ങോട്ട്. ഇത് വലിയ സൗകര്യമല്ലേ ഒരു കണക്കിന്. എന്നറിയോ, നമ്മൾ കുടുംബജീവിതം നമ്മളൊക്കെ തന്നെ, എൻ്റെ ഏജിലുള്ളവരൊക്കെ തന്നെ കുടുംബജീവിതം ആരംഭിച്ചപ്പോൾ ഒരു മണ്ണെണ്ണ സ്റ്റൗവ്, ഒരു അലുമിനിയ കലം, 2 അലുമിനിയ സോസ് പാനുകൾ, അതായത് ചായയും കാപ്പിയും വയ്ക്കാൻ, പാലൊക്കെ കാച്ചാൻ, പിന്നെ 2-3 ചെറിയ പാത്രങ്ങൾ, ഊണ് കഴിക്കാനുള്ള പ്ലേറ്റ്, തവി, സ്പൂണ്, ചട്ടുകം, ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ആ മണ്ണെണ്ണ സ്റ്റവ് ഒരു 10 തിരിയോ പറ്റി ഇടുന്നത്, അത് തിരി വലിക്കല്ലേ നീട്ടലും, അയ്യോ എന്തൊരു പാടാ. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ്മെൻറ്റ് വന്നപ്പോൾ ഒരു പമ്പിങ് സ്റ്റൗവായി. ഈ പമ്പിങ് സ്റ്റൗവോ ദൈവമേ, അത് ഇടയ്ക്ക് കെടും, ഇടയ്ക്ക് അതിനകത്ത് എന്തോ ഒരു പൊടി പെടും. അത് പമ്പ് ചെയ്യാനുള്ള പാട്. പൊടി പെട്ട് കഴിയുമ്പോൾ ഉണ്ട് അത് കുത്താനൊരു കമ്പി കിട്ടും, ഒരു പിന്ന്. ആ പിന്ന് മിക്കവാറും ഒടിഞ്ഞതിലിരിക്കും. അയ്യോ, മിക്കവാറും എനിക്ക് പണി കിട്ടുന്ന വെള്ളിയാഴ്ച ആയിരിക്കും. വെള്ളിയാഴ്ച നേരത്തെ സ്കൂളിലെത്തേണ്ട ദിവസമല്ലേ, അന്ന് തന്നെ എനിക്കിങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഒരു വാടക വീട്ടിലെ ഒരു ബെഡ്റൂമും ഒരു ചെറിയൊരടുക്കളയും. ഈ ബെഡ്റൂമിലാണെങ്കിൽ 3 മക്കളും ഞാനും മാഷും. തലങ്ങനെയും മെലങ്ങനെയുമാണ്. കാറ്റത്തെ കിളിക്കൂട്ടിലെ സിനിമ കണ്ടിട്ടില്ലേ, അതിനകത്ത് കിടക്കുന്ന കാണുമ്പോൾ ഞാൻ എപ്പോഴും അത് ആലോചിക്കും. തലങ്ങനെയും മെലങ്ങനെയും, ഒരാൾ തല അങ്ങോട്ട് വയ്ക്കും, ഒരാൾ തല ഇങ്ങോട്ട് വയ്ക്കും. കുട്ടികളെ 2 നടുക്ക് കിടത്തും, വലുതിനെ മാത്രം സൈഡിൽ കിടത്തും. അങ്ങനെ ആ ഒരു കട്ടിൽ, ഒരു ചെറിയ ബെഡ്റൂം, ഒരു കുഞ്ഞടുക്കള, ഒരു ബാത്റൂമും. ശരിക്കും ബാത്റൂമിൽ തന്നെ ഒരു പൈപ്പ് ഇട്ട് തന്നിട്ടുണ്ട്. അതിൽ നിന്നാണ് വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. വെള്ളത്തിന് ക്ഷാമം വരുന്ന സമയത്ത് ലൈൻ വീടാണ്. അടുത്ത വീട്ടുകാർ അവരുടെ പൈപ്പിൻ്റെ കുറ്റി അടിച്ച് താഴേക്കിടും. താഴേക്കിട്ട് കഴിയുമ്പം പിന്നെ ഇങ്ങോട്ട് കുഴലിലൂടെ വെള്ളം വരില്ലല്ലോ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തും വേണ്ടി ദുരിതപ്പെട്ടു. അതേസമയത്ത് ഇത് സ്വർഗമല്ലേ. അന്ന് ഗ്യാസില്ല, മിക്സിയില്ല, ഇങ്ങനെ പൊടികളൊന്നും അവൈലബിൾ അല്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നിന്ന്
ഇത്രയും നമുക്ക് സൗകര്യം ഈശ്വരൻ തന്നില്ലേ? ഇതൊക്കെ ഒരുപാട് സൗകര്യങ്ങൾ തന്നെയാണ്. ഇത് മതി, ഇപ്പം ഈ ബാൽക്കണി മതി ഇനി എനിക്കൊന്ന് തോന്നുമായിരുന്നു. ഇത്രയും പൈസ മുടക്കി ഈ പിള്ളേരിന് അടുക്കള പുതുക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. ഇത് തന്നെ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോവുക. നല്ല സൂര്യപ്രകാശമൊക്കെ കണ്ടതാ, തെങ്ങുകളൊക്കെ നിൽക്കുന്നതൊക്കെ. ഇത് അപ്പുറത്തെ വീട്ടുകാരുടെ തെങ്ങാണ് കേട്ടോ. ഇതൊക്കെ കണ്ടതല്ല, ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് ഇവിടെ നിന്നങ്ങനെ പാചകം. ഇതൊരു രസം തന്നെയാണ്. ഇനി എനിക്കിവിടുന്ന് ഇറങ്ങി താഴേക്ക് പോയി പാചകം ചെയ്യാൻ ഇഷ്ടപ്പെടുമെന്ന് പോലും അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്കൊരു വിഷമം ഉണ്ടായി കേട്ടോ കുട്ടികളെ. ഞാൻ അതെല്ലാം ഇടിച്ച് പൊളിച്ചൊക്കെ കഴിഞ്ഞ് വർക്കേരിയയും അടുക്കളയെല്ലാം കംപ്ലീറ്റ് എൻ്റെ ആ പിങ്ക് നിറത്തിലുള്ള എനിക്ക് ആ ടൈൽസ് ഒത്തിരി ഇഷ്ടമായിരുന്നു കേട്ടോ. അടുക്കള മാറ്റുമ്പോൾ അതായിട്ട് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ പിന്നെ ആകെ വൃത്തികേടാകില്ലേ. അതൊക്കെ തല്ലിപ്പൊളിച്ച് ആകെ ഇങ്ങനെ ഒന്നുമില്ലാതെ ശൂന്യമായി കിടക്കുന്ന കണ്ടപ്പം എന്തൊരു വിഷമമായിപ്പോൾ. എനിക്ക് പെട്ടെന്ന് കുറച്ച് നേരത്തേക്ക് ഒരു വല്ലാതായിപ്പോയി ഞാനങ്ങ്. അപ്പോൾ പിന്നെ പണിക്കാർ കൊണ്ട് ടീച്ചറെ നല്ല ഉഷാറിന് അടുക്കള വയ്ക്കാൻ വേണ്ടിയല്ലേ, പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത്? അപ്പം ഞാൻ ആലോചിച്ച് ആരെയാണെന്നറിയാമോ? എല്ലാം തകർന്ന് എല്ലാം നഷ്ടപ്പെടുന്ന ചില പ്രദേശങ്ങളിലെ പ്രളയമൊക്കെ ബാധിച്ച് വയനാടും അതുപോലുള്ള സ്ഥലങ്ങൾ, അവിടുത്തെ ആളുകളുടെ അവസ്ഥ. ഇത് 15 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ നല്ലതായിട്ട് കിട്ടാനാണ്. എന്നിട്ട് പോലും എനിക്ക് പെട്ടെന്ന് അതെല്ലാം കൂടെ ഒടിച്ച് പൊളിച്ചിട്ടിരിക്കുന്നതാണ്. അപ്പം വല്ലാത്ത വിഷമമായിപ്പോയി. അയ്യോ, അവരെയൊക്കെ നമിക്കുന്നു. അവർക്കൊക്കെ ദൈവം പെട്ടെന്ന് അവരുടെ മനസ്സിനൊക്കെ അപ്പോഴും അവരുടെ മനസ്സിനൊക്കെ ഭയങ്കര വിഷമമായിരിക്കും, മാനസിക പ്രശ്നമായിരിക്കും. അതിൻ്റെ കൂടെ അവരുടെ വേണ്ടപ്പെട്ടവരെല്ലാം പോയില്ലേ, കഷ്ടം അല്ലേ? അവർക്കൊക്കെ ഈശ്വരൻ മനഃശക്തി കൊടുക്കട്ടല്ലേ. അപ്പോൾ അങ്ങനെ എൻ്റെ ജീരവെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് എൻ്റെ മോഡുലാർ കിച്ചൻ. ഈ മോഡുലാർ കിച്ചൻ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മോഡുലാർ കിച്ചൻ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കലപല എല്ലാം കൊണ്ടിട്ടിരിക്കുന്ന കണ്ടോ? തുണി വരെ ഇവിടെ വിരിച്ചിട്ടിട്ടുണ്ട്. തുണിയൊക്കെ വിരിച്ചിരിക്കുന്നു. ഇപ്പോൾ പാത്രം കൊണ്ടൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നു. ഒരു ചെറിയ സ്റ്റാൻഡ്, പഴയത് കളഞ്ഞിരുന്ന സ്റ്റാൻഡ്, ഇപ്പോൾ അതിന് ഉപയോഗം വന്നു. ഇനി ഇവിടുന്ന് നേരെയാണ് ബെഡ്റൂമിലേക്ക് കയറുന്നത്. ബെഡ്റൂമിൽ കയറിയ അതിലും വരം ചിത്രം വിചിത്രം വിചിത്രം വിചിത്രം, ഇത് അത്ഭുതം അത്ഭുതം എന്ന് പറഞ്ഞ പോലെയാണ്. ഇവിടെ ഈ ബെഡ്റൂം കഴിഞ്ഞ് അപ്പുറത്തേക്കും പോയി അതിനപ്പുറത്തും താഴെ സ്റ്റെയർ കേസ് വഴി താഴോട്ടാണ് നമ്മൾ ഇറങ്ങി പോകുന്നത്. അപ്പോൾ എനിക്കൊരു നല്ല അടുക്കള ശരിയായി കിട്ടാൻ നിങ്ങളൊക്കെ വിഷ് ചെയ്യുക. എല്ലാത്തിനും വിശ്വസ് വേണമല്ലോ. ജീരവെള്ളം തിളച്ച് ഓഫാക്കി ഇനി കല്ല് വെച്ചിട്ട് തീ കത്തിക്കട്ടെ. മാഷിപ്പം കുളിച്ചേച്ച് വരും, അപ്പോൾ ദോശ കൊടുക്കണ്ടേ. ഇത് പിടിക്കട്ടെ. ഇനി ഞാൻ മാഷക്കൊരു പൊടി ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുക. ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോൾ നമുക്ക് പുതിയ അടുക്കളയൊക്കെ ആകുമ്പോൾ പുതിയ ഗ്യാസും സ്റ്റൗവും ഒക്കെ വേണ്ടി വരുമല്ലേ. അതൊന്നും വേണ്ട, അത്രയ്ക്ക് വേണ്ട വയസ്സുകാലത്തെ. അതൊക്കെ അഹങ്കാരം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വയ്ക്കാൻ സ്ഥലമില്ല. ഇവിടെ അടുപ്പൊക്കെ വെച്ചിരിക്കുന്ന ഒരു ചെറിയ മേശപ്പുറത്താണ് കേട്ടോ. ഇങ്ങോട്ട് എടുക്കട്ടെ. നമ്മൾ നല്ല വിസ്തരിച്ച് നിന്ന് ജോലി ചെയ്തവരില്ലേ അടുക്കളയിൽ. രജനി ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അവൾ പറയുക 10-15 ദിവസത്തേക്കൊക്കെ ഭക്ഷണം മേടിച്ച് കഴിച്ചാൽ വയറെന്തിനു കൊള്ളും. ഒഴിക്കട്ടെ. ഒരു സ്പെഷ്യൽ ദോശയാണ് ഉണ്ടാക്കുന്നത്, പൊടി ദോശ. ഞാൻ ഉണ്ടാക്കി കഴിച്ചതും പൊടി ദോശ തന്നെയാണ്. കുറച്ച് മാവേ ഒഴിക്കാവേ പൊടി ദോശയ്ക്ക്. ഇതിനകത്ത് എന്തൊക്കെയാണ്, ഞാൻ ഈ ഒരു പൊടി ദോശയോടുകൂടി ഞാനിത് നിർത്താം കേട്ടോ. ഇതിനകത്ത് എന്തൊക്കെയാണ് ഇടുന്നതെന്നൊക്കെ ടീച്ചർ പറയാം കേട്ടോ. നിനക്കായി സർവ്വതും ത്യജിച്ചൊരു ദാസൻ വിളിക്കുന്നു നിന്നെ വിളിക്കുന്നു. ക്ഷണിക്കുന്നു നിന്നെ ക്ഷണിക്കുന്നു. മാഷ് വന്നോ? ഇതാ ഉണ്ടാക്കാൻ തുടങ്ങി. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും റൗണ്ട് ശരിയായില്ല. അല്ലെങ്കിൽ ഞാൻ ദോശ ഇട്ടാൽ നിങ്ങൾക്കറിയാം സൂപ്പർ റൗണ്ടിലല്ലേ ടീച്ചർ ദോശ ഇടാറ്.
റൗണ്ട് ശരിയായില്ല. ഇനി ഇത് ഇവിടെ ഇരിക്കും രാമ ഇരിക്കേ. രജനി ഇനിയും 11:30 ആയിട്ടല്ലേ വരുള്ളൂ, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ രാവിലെയൊക്കെ ഇപ്പോൾ 2 ദിവസമായി തൊടിയിലേക്ക് ഇറങ്ങിയിട്ട് അതിശക്തമായ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. തൊടിയിലേക്ക് ഇറങ്ങിയിട്ട് 2 ദിവസമായി. ഇനി ഇത് ഒരുവിധം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് പൊടിദോശ എന്നല്ല, എന്ത് പൊടിയാണെന്നറിയാമോ? ഇതാണ് പൊടി. ഉണ്ടോ? ഇത് ഇഡ്ഡലിപ്പൊടിയാണ്. ഇതിനകത്ത് അരി, ഉഴുന്ന്, വറ്റൽമുളക്, കറിവേപ്പില, ജീരകം, കായം, കുരുമുളക്, ഉപ്പ്, ഇതെല്ലാം കൂടെ, ഉപ്പ് വരെ നമ്മൾ വറക്കും, കാരണം ചൂടാകണം. ഇതെല്ലാം കൂടെ വറുത്തിട്ട് പൊടിച്ചെടുക്കുന്നതാണ് ഈ ഇഡ്ഡലിപ്പൊടി. ഈ ഇഡ്ഡലിപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. ഇതാണ് പൊടിദോശ. ഞാൻ പൊടിദോശ എന്ന് പറഞ്ഞപ്പോൾ വലിയ സംഭവമാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അന്ന് ഞാൻ ഷെഫ് പിള്ളാസ് ഹോട്ടലിൽ പോയില്ലേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ. അന്നേരം അവിടുത്തെ പാചകത്തിൻ്റെ ആളിനോട് ഞാൻ ചോദിച്ചു, ഈ പൊടിദോശ, അവർ പൊടിദോശ കൊണ്ട് വെച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഈ പൊടിദോശ എന്ന് പറഞ്ഞാൽ, ഇതിന് പ്രത്യേകിച്ച് കൂട്ടാൻ പോലും വേണ്ട കേട്ടോ, എന്താ ഈ പൊടിദോശ എന്ന് പറഞ്ഞാൽ വെച്ചപ്പോൾ അവർ പറഞ്ഞു, ടീച്ചറെ ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കാൻ അറിയാവോ ടീച്ചർക്ക്? ടീച്ചറെന്നൊന്നും വിളിച്ചില്ല, അമ്മയെന്നാണ് വിളിച്ചത്. കാരണം അവർക്ക് ഞാൻ ടീച്ചറാണെന്നൊന്നും പറഞ്ഞുകൂടാ. പൊടിദോശ അല്ല, ഇഡ്ഡലിയുടെ പൊടിയാണ്. ഈ പൊടിയെ ഇനി ഇതിനകത്തേക്ക് എണ്ണ തൂകണം കേട്ടോ. ആ ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കാൻ അറിയാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഇഡ്ഡലിപ്പൊടി ദോശ പരത്തിയിട്ട് അതിലേക്ക് ഒഴിക്കുക. അതാണ് ഒടിച്ചിട്ട് ഇത് മൂക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച്, ഈ പൊടിയുടെ മുകളിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കേണ്ടത് കേട്ടോ. നല്ലെണ്ണ ഒഴിച്ച് മടക്കി എടുക്കുന്നതാണ് പൊടിദോശ. ഈ പൊടിദോശയും ഈ മോഡുലാർ കിച്ചനും ഈ എണ്ണയും നിങ്ങൾക്കിഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ അടിക്കണം. ഇനി നമുക്ക് ഈ ദോശ ഇങ്ങനെ ആകട്ടെ, മൂക്കട്ടെ. നല്ലെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. നല്ലെണ്ണ തന്നെ ഒഴിക്കണം. നമ്മൾ നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി പൊടിയിലും നമ്മൾ നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത് കേട്ടോ. ഇഡ്ഡലിപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കേട്ടോ. ഇതിനി മൂക്കട്ടെ. മൂത്താലേ മറിച്ചിടാൻ പറ്റൂ. ഒരുപാട് മൂത്ത് പോകരുത്. ഒരുപാട് മൂത്താലും തിരിച്ചിടാൻ കിട്ടുകയില്ല. ആയിട്ട് ഇതാ ഇങ്ങനത്തെ പൂങ്കുല പോലെ. ഇനി ഇത് നമ്മൾ ഇങ്ങനെയാണ് മറിക്കേണ്ടത്. ഇങ്ങനെ മറിച്ചിടണം. അല്ലാതെ തിരിച്ചിടരുത്. തിരിച്ചിട്ടാൽ പൊടിയെല്ലാം ഈ കല്ലേലാകും. പൊടിയുടെ രുചി പോകും. പൊടി ഒരു കരിവ് വരും. അതുകൊണ്ട് ഇങ്ങനെ ഇടണം. എന്നിട്ട് ഇതിനെ നമ്മൾ ഇങ്ങനെ തിരിച്ചിടണം. ഇങ്ങനെ 2-3 പ്രാവശ്യം തിരിച്ചിടുമ്പോൾ കടയിലെ പൊടിദോശ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കല്ല് ചെറുതല്ലേ, വലിയതായിരിക്കും. നല്ല ടേസ്റ്റ് അത് കേട്ടോ. നമുക്കിത് മടക്കിയാലും മതി. അല്ലെ ചെറിയ തീ ഇട്ടിട്ട്, ചെറിയ തീ ആകുമ്പോൾ അതിൽ കിടന്ന് ഈ ദോശയുടെ മുകളിലായിട്ട് ആ പൊടി എണ്ണയും കൂടെ കിടന്നങ്ങനെ മൊരിഞ്ഞ് നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഈ ദോശ, ഈ അടുക്കള ഒക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇനി നമുക്കിതൊന്ന് ഇട്ട് വയ്ക്കാം. ഇവിടെ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് ഓരോന്ന് എടുക്കാനും ഒക്കെ പാടാം കേട്ടോ. വെക്കാനൊന്നും ഒരു സൗകര്യമില്ല കുട്ടികളെ. ചെറിയൊരു മേശയുടെ പുറത്താണ് ഗ്യാസ് സ്റ്റൗവ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് വയ്ക്കാം. ഒരുപാട് മൂപ്പിക്കുന്നില്ല. മാഷക്ക് പല്ലിൻ്റെ പ്രശ്നമുണ്ട്. ഇതാണ് പൊടിദോശ കേട്ടോ. ഇത് ആദ്യത്തെ യൂസിൽ തന്നെ ഇത് ഉരുകി. ഞാൻ വാഴത്തൊണ്ടോ ചകിരിയോ ഒക്കെ ആയിരുന്നു ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് മോള് പറഞ്ഞമ്മ ഇത് നല്ലതാണ്. അങ്ങനെയാ ഇതാക്കിയത്. ഒരു പരീക്ഷണം നടത്തിയതാണ് ഞാൻ. വാഴത്തണ്ടും ചകിരിയൊക്കെ തന്നെയാണ് നല്ലത് കേട്ടോ. ഇതൊക്കെ ഇതിൻ്റേതായ കുഴപ്പങ്ങൾ ഇതിനെല്ലാം ഉണ്ട്.
ഇവിടെ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് വരും. മുല്ലപ്പൂ, റോസാപ്പൂ ചെടികളെല്ലാം ഉണ്ടെന്ന്. ഇതാ അപ്പോൾ നമുക്കിന്ന് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം.